ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ ഡേ 2 ആണ്. ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോവാണ്. 12 മണിക്ക് ചെക്ക് ഔട്ടും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ച് റിസപ്ഷനിസ്റ്റിനോട് ബസ് സ്റ്റേഷനിലേക്കുള്ള വഴിയും ചോദിച്ച് നേരെ ഗ്രാബ് എടുത്തു. അങ്ങനെ നമ്മുടെ ഗ്രാബ് ഡ്രൈവറിനോട് പറ്റാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞ് ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. ഇതാണ് നമ്മുടെ പട്ടായയിലേക്ക് പോകാനുള്ള വാൻ. ഒരാൾക്ക് 143 ബാത്താണ്. പട്ടായയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് മാത്രമേ ലഗേജ് ഉള്ളൂ. അത് കാരണം ഞങ്ങളുടെ ലഗേജ് എല്ലാം വാങ്ങി ആനിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് നിരത്തി വെച്ച്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വലിയ ബസ്സിൽ കയറാനായിട്ടാണ് വന്നത്. ഈ വാൻ എടുക്കരുതെന്ന് വിചാരിച്ചതാണ്. കാരണം ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ വാനിൽ വെക്കാൻ സ്പേസ് കാണില്ല. പിന്നെ തായ് പറഞ്ഞ് കുളവാക്കണ്ടെന്ന് വെച്ച് മാത്രം കിട്ടിയതിൽ ചാടിക്കയറി. അങ്ങനെ സമയമായപ്പോഴത്തേക്കും കറക്റ്റ് ബസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാക്കേജും ഇല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് ഇറങ്ങി തിരിച്ചേക്കുന്നത്. നാട്ടിൽ നിന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും ഇത് വലിയൊരു ടാസ്ക് ആയിരിക്കും എന്നാണ് കരുതിയത്. എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഒരു പാക്കേജ് ആയിരുന്നെങ്കിൽ നമ്മളിതൊന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു. അവർ നമ്മളെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇവിടെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു ടൈറ്റ് സ്കെഡ്യൂളും ഇല്ല. വേണ്ട രീതിയിലെല്ലാം കൺവീനിയൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. പതിയെ റഷ് ചെയ്യാതെ ഓരോ സ്പോട്ടും കാണും. ഓരോ റെസ്ട്രിക്ഷനും ഇല്ലാതെ ഒരു ഫ്രീ ബേർഡായിട്ട് പോണ ഫീലിംഗാണ് കിട്ടുന്നത്. ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. 3 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 3:45 ആയപ്പോഴത്തേക്കും വാൻ പട്ടായ. ഇനി അടുത്ത ടാസ്ക് പട്ടായയിൽ എവിടെ ഇറങ്ങണം എന്ന്. നേരത്തെ എന്നാ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കാണിച്ച് എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ സൗത്ത് പട്ടായയിൽ വന്നത്. ബാങ്കോക്കിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണ്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഗ്രാബ് എടുത്ത് ഹോട്ടലിലെത്തണം. ഇവിടെ നാട്ടിലെ പോലെയല്ല. നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് പിക്ക് ചെയ്യാൻ വരുന്നത്. അത് കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഹോട്ടൽസ് എല്ലാം മാക്സിമം നോക്കിയാണ് നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തെങ്കിലും എത്തുന്ന വരെ ഒരു ടെൻഷനാണ് ഫ്ലോപ്പ് ആവുമെന്ന്. ഗ്ലോപ്പട്ടായയിലാണ് ഞങ്ങൾ സ്റ്റേ എടുത്തേക്കുന്നത്. അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. ബാങ്കോക്കിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറിയതാണ്. പട്ടായ എത്തിയപ്പോഴേക്കും നല്ല സൂപ്പർ വിഷം. ബാങ്കോക്ക് പോലെ തന്നെ എവിടെ നോക്കി കഴിഞ്ഞാലും മുക്കിന് നമുക്ക് കഞ്ചാവിൻ്റെ ഷോപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെ അടുത്തുള്ള 7-Eleven നടന്നപ്പോഴേക്കാണ് ഈ സ്പോട്ട് എൻ്റെ കണ്ണിൽ പെട്ടത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട്. അങ്ങനെ സൺസെറ്റ് ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പട്ടായയിലേക്ക് എത്തിയേക്കാണ്. ഇനിയാണ് പ്രധാന പരിപാടിയിലേക്ക് കിടക്കുന്നത്. വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പ്ലാൻ. അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു സ്പോട്ടിലേക്ക് പോകാം. ദിസ് ഇസ് ഓക്സിജൻ. അടിപൊളി ഫുഡും വൈബും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കാണ് മനസ്സിലായത് ഒരു വേറെ ലെവൽ ഐറ്റമാണ്. ബീച്ചിനോട് ചേർന്നുള്ള ഒരു സ്പോട്ടാണ്. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണെന്ന് പറയാം. ഗുഡ് ഫുഡ് ആൻഡ് ഗ്രേറ്റ് ആംബിയൻസ്. ഇത് ഫുള്ള് നടന്ന് കണ്ടു തീർക്കാൻ തന്നെ ഒരു ദിവസം എടുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫുഡും കഴിഞ്ഞു നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കുറെ കാലം കൊണ്ട് ഒരുപാട് ഹൈപ്പ് വന്നൊരു സ്ഥലത്തേക്കാണ് ഇത് എത്തിയേക്കുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡാണ്. ക്യാബ് കാരണം നമ്മളെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടിറക്കി. അങ്ങനെ അത് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഒരു അറബിക് ടച്ചാണ്. മ്യൂസിക്കും സ്മെല്ലും എല്ലാം കിട്ടുമ്പോഴേ കറക്റ്റ് നമ്മളൊരു ദുബായിലെത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. ഇതാണ് ഗൈസ് ദിസ് ഓൾ ഓഫ് പട്ടായ. ചെക്കന്മാർ പേടിച്ചും ലേഡീസ് ആണെങ്കിൽ നല്ല ചില്ലായിട്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. കാരണം വേറൊന്നുമല്ല, ചെക്കന്മാർ സിംഗിളായിട്ട് വരുവാണെങ്കിൽ അപ്പോഴേ പെൺപിള്ളേർ ലേഡി ബോയ്സും വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാം.
അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിന്റെ എൻഡിലെത്തിയപ്പോഴത്തേക്ക് നല്ല ഒരു അടിപൊളി പബ്ബ് ഉണ്ട്. അങ്ങനെ ഒരുവിധം പരിപാടികളെല്ലാം കഴിഞ്ഞ നേരെ പട്ടായ ബീച്ചിലേക്ക് വന്നു. രാത്രി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ബീച്ചിന് തോന്നിയിട്ടില്ല. ഒരു നോർമൽ ബീച്ച് തന്നെ. പിന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻസ് തന്നെ. So that's it for today's vlog. See you in the next one. Bye bye.